വനിതകൾക്ക് വേണ്ടി എന്നാണ് അവർ പറയുന്നത്. ഈ സ്ത്രീ പുരുഷൻ ബുദ്ധിമുട്ടുകൾ അതിൻ്റെയൊക്കെ മേലെ ഇങ്ങനൊരു ഫാക്ടറുണ്ട്. നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ മറ്റൊരു കള്ളാണ് ആക്ടേഴ്സിൻ്റെ കാര്യമില്ല. നമ്മളിപ്പം ഒരു പുറത്ത് നിൽക്കുമ്പം അല്ലെങ്കിൽ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു അവസ്ഥയാണത്. അതെ അതെ. പിന്നീട് ആ വനിതകളെ തിരിഞ്ഞു നോക്കാത്ത സംവിധാനം ഈ സർക്കാർ തലത്തിലുണ്ടാവുന്നുണ്ട്. കപ്പാസിറ്റി കുറവുള്ള ആൾക്കാർ നമ്മളൊരു 33% വെച്ച് എന്തൊക്കെയോ ഒരു അഡ്ജസ്റ്റ്മെന്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ തോന്നി ഗിരിതിരകളും നിരുപദ്രവമായിട്ടോ കുറച്ച് മസാലാസ് പറയേണ്ട കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ ഇഷ്ടമായിരിക്കും. ജീവിതത്തിൽ എത്ര വർഷം കള്ളം പറഞ്ഞു? എന്റെ അച്ഛൻ പോലീസിലാണ്. നമസ്കാരം. പുത്തസിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. നമസ്കാരം. എന്ത് പുലികളിയുണ്ടോ? അല്ല, വളരെ വളരെ തന്ത്രപരമായ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടേ എല്ലാവർക്കും നമസ്കാരം പറയാം. പുള്ളി ഇന്നലെ ദുബായിൽ നിന്ന് എത്തിയുള്ളൂ. അതിലെ പുള്ളി മറ്റേ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ക്രിസ്മസ് പരിപാടിയായി. ക്രിസ്മസിന്റെ സമയത്തും ദുബായിലൊക്കെ ഓണമാണ്. പിന്നെ അതല്ല, ഒരാഴ്ചയായിട്ട് ദുബായിലായിരുന്നു. രാവിലെ വന്നപ്പോൾ തന്നെ കേരളത്തിലാണെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാതെ ഇന്നലെ ഓണപരിപാടി കിട്ടുമുണ്ടല്ല. അല്ല, അത് മാറിയതാ. എനിക്ക് അത്രയും പോയില്ല. ഞാൻ നോക്കിയാൽ കഴിഞ്ഞ ദിവസമൊക്കെ ഫേസ്ബുക്കിൽ അറിഞ്ഞിരിക്കുക. അത് എയർപോർട്ടിൽ പോയി ഇറങ്ങുന്നു, കാറിൽ കയറുന്നു, റീലുകളിലെ കളി ഒരു രക്ഷയില്ല. അതിന് മുമ്പത്തെ ആഴ്ച മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചാ. അപ്പൊ പുതിയ സിനിമയാണ് അല്ലേ? പുതിയ സിനിമയുടെ വിശേഷം. കള്ളം പറയാതെ തുടങ്ങണം, സത്യം മാത്രം പറയാവുള്ളൂ. പേര് പോലെ ആകരുത്. എന്താണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്? ആദ്യം കുറച്ച് സത്യങ്ങൾ. സത്യം പറഞ്ഞ തന്നെയാണ് പോകുന്നത്. കള്ളം എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണെങ്കിലും സത്യം അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ് ഈ ടൈറ്റിൽ. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ടുവേർഡ്സ് എൻഡ് എത്തുമ്പോഴേക്കും ഈ കള്ളങ്ങളൊക്കെ പൊളിയും. അങ്ങനെയാണ്. ഒരു അന്വേഷണമാണ് അല്ലേ? അന്വേഷണമാണ്. അതെ, അന്വേഷണ ഒരു സബ്ജക്റ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു അന്വേഷണം ട്രാക്കിൽ പോകുന്ന സബ്ജക്റ്റാണ്. അതല്ലേ? ഒരു സംവിധായിക എന്ന നിലയിലും അല്ലേ, എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും എല്ലാം വ്യത്യസ്തമാണ്. അത്തരം ഒരു സബ്ജക്റ്റിലേക്കാണ് ഇപ്പോൾ കൈലാഷൊക്കെ നിങ്ങളെല്ലാവരും എത്തിയിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും എൻ്റെ സംവിധായകൻ അനുറാമിൻ്റെ ഇതിനു മുമ്പുള്ള സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അനുവിൻ്റെ 3 സിനിമ അല്ലേ? 2 സിനിമ. ഞാനിത് അനുവായിട്ട് ചെയ്യുന്ന നാലാമത്തെ സിനിമ. അപ്പൊ എല്ലാത്തിലും ഉണ്ടായിരുന്നല്ലോ. അല്ല, 5 ഉണ്ട്. ഒരെണ്ണത്തിൽ തന്നെ അഭിനയിപ്പിച്ചില്ല. അപ്പോൾ അനു ഇതുവരെ ചെയ്തതെല്ലാം അനുവിൻ്റെ തന്നെ സ്ക്രിപ്റ്റുകളായിരുന്നു. പൊതുവെ കഥ പറയുന്നതും ഒക്കെ എനിക്കറിയാം. അതിൻ്റെ പല ഡെവലപ്മെൻറ്റ്സും ആ ഒരു സുഹൃത്ത് നിലയിൽ നമ്മളോടൊക്കെ എല്ലാവരോടും പറയാറുണ്ട്. ഇപ്രാവശ്യം എൻ്റെ അടുത്ത് നമ്മളോട് സംസാരിച്ച് പറയുന്നത് ഞാൻ മറ്റൊരാളുടെ സ്ക്രിപ്റ്റിലാണ് നമ്മളൊരു സിനിമ ചെയ്യുന്നത്. ആര്യ വളരെ രസകരമായി എഴുതിയൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ നമുക്കും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മുടെ ഒരു സുഹൃത്ത് 4-5 സിനിമകളിൽ നമ്മൾക്ക് അറിയുന്ന ഒരാൾ മറ്റൊരാളുടെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്കും ഒരു എക്സൈറ്റിംഗ് പോയിന്റ് ആയിരുന്നു. രസകരമായൊരു സിനിമയാണത്. രസകരമായൊരു സബ്ജക്റ്റാണ്. ഒരു ഒരു സ്ത്രീ സംവിധായികയുടെ ചിന്തകൾ ഒരു പുരുഷ സംവിധായകൻ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്പേസ് അവിടെയുണ്ട്. അതെ അതെ. അത് നമ്മളും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് നോക്കാൻ നമുക്ക് നല്ലതാവട്ടെ. തീർച്ചയായിട്ടും നല്ല സിനിമകളാണല്ലോ. അതിൽ പറഞ്ഞതുപോലെ നമ്മൾ കുറേ സിനിമകൾ ചെയ്തുകൊണ്ടും വലിയ ഫലങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പല സിനിമയും പല റൂട്ടിലുള്ള യാത്രയാണ്. ഈ ഒരു സബ്ജക്റ്റിലേക്ക് അതിൽ എത്താനുള്ള ഒരു വഴി ഉണ്ടാവുമല്ലോ. എനിക്ക് സിനിമ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നാനുള്ള ഒരു കണ്ടന്റ് എന്തായാലും ഈ പറഞ്ഞ പോലെ സിനിമകൾ ഫലം കാണുന്നതിനേക്കാൾ നമ്മൾ സിനിമകൾ ചെയ്യുന്നത് നമ്മളിലെ കഴിവ് പോളിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ബിഗിനിങ്ങിലൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളതിൻ്റെ ഫലത്തിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായ ബോധേഡായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളതിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ദാറ്റ് നമുക്ക് കിട്ടിയ അവസരം, നമുക്ക് കിട്ടിയ ചുറ്റുപാടിൽ നമ്മുടെ ആ ക്യാരക്ടർ അത് വൃത്തിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് കാലമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമ എനിക്ക് വരാനുള്ള കാരണം അനു ഇതിൻ്റെ സംവിധായകൻ തന്നെയാണ്. സംവിധായകൻ ഇങ്ങനെ ഈ ക്യാരക്ടർ നീ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് സംവിധായകരുണ്ട് നമുക്ക് ക്യാരക്ടേഴ്സ് തരാനൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഒരു സുഹൃത്ത് തന്നപ്പോൾ ചെയ്യാം എന്നുള്ള തീരുമാനമെടുത്തതാണ്. മാത്രമല്ല ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് പരിപൂർണമായിട്ടും കൺവിൻസിങ് ആയിട്ടാണ് തോന്നിയത്. ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ആര്യ ആദ്യമായിട്ട് എഴുതിയ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി കുറച്ച് പ്രോമിസിങ് ആയിട്ടുള്ള ഒരു എഴുത്തുണ്ട് അതിലൊരു അതിൻ്റെ ഒരു കഥ പറയുന്ന രീതിയിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. ഈ സിനിമ
കള്ളം, ഒരുപാട് കള്ളങ്ങളിൽ തുടങ്ങി സത്യങ്ങൾ തേടി പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു ടോട്ടൽ സിനിമയിൽ നമ്മുടെ ക്യാരക്ടറിനും ഒരു പ്രസൻസ് ഉണ്ട് എന്ന് തോന്നി അത് ചെയ്തു. അത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ ഇക്ക പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ അയ്യോ ഇത് വെച്ച് എൻ്റെ ജീവിതം ഇനി മാറും എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്തില്ല. നമ്മൾ ആ ഒഴുക്കിൻ്റെ കൂടെയാണ്, നമ്മൾ ആ മെറ്റമോർഫോസിസിലാണ് നമ്മളിങ്ങനെ ബെറ്റർ ആവുക ആസ് ആൻ ആക്ടർ. തീർച്ചയായിട്ടും അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേ ഉള്ളൂ, നമുക്ക് അതിൽ അത്രേ ഉള്ളൂ ഇക്ക, ചെയ്യാനും അത്രേ പറ്റൂ. മേലൊക്കെ നമ്മൾ വെറുതെ കുറെ മനക്കോട്ടെ കിട്ടിയിട്ട് എന്തിനാ വെറുതെ. അതെ അതെ, ഈ കൈലാഷി പറഞ്ഞ ഒരു സ്ത്രീ എഴുതുന്ന ഒരു സബ്ജക്റ്റാണ് അല്ലേ. നമുക്ക് പൊതുവേ സ്ത്രീകൾ എഴുത്തിലേക്കൊന്നും വരാറില്ല, പുസ്തകങ്ങൾ എഴുതാറുണ്ട് അല്ലേ, പുസ്തകങ്ങൾ എഴുതും, കഥകൾ എഴുതാറുണ്ട്. പക്ഷെ സിനിമയുടെ എഴുത്തിലേക്ക് എനിക്കൊന്ന് വളരെ ചുരുക്കമാണ് സ്ത്രീകൾ വരുന്നത്. അത്തരമൊരു സ്ത്രീയാണ് ഇതിൻ്റെ എഴുത്ത്. അതിന് എത്രമാത്രം ബലമുണ്ടാകും, ആ പേനയുടെ കാമ്പ് എത്രമാത്രം ഉണ്ടാകുമെന്ന് ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച ഒരു കാര്യം, എനിക്ക് ആദ്യം എൻ്റെ സംവിധായകൻ അനു പറഞ്ഞുള്ള പരിചയമാണ് ആര്യനുള്ളത്. അപ്പോൾ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ എഴുതുന്നു എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ സ്വാഭാവികമായി പലപ്പോഴും ആദ്യത്തെ പ്രതീക്ഷ കഥ കേൾക്കുന്നതിന് മുൻപ് ഇതൊരു സ്ത്രീകളെ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല. ഈ സിനിമയിൽ ഇതിൽ സ്ത്രീ പുരുഷൻ അല്ല, എല്ലാ കഥാപാത്രങ്ങൾക്കും കൃത്യമായ സ്പേസും, അതായത് ഒരു റൈറ്റർ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് അത്. അല്ലാതെ ഒരു സ്ത്രീക്ക് പറയാനുള്ള എന്തെങ്കിലും കാര്യം കൊണ്ട് അല്ല ആര്യ ഈ സിനിമയുമായിട്ട് വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായിരുന്നു ഈ സിനിമയുടെ ഒരു ക്യാച്ച്. മറ്റൊന്ന്, അനുവിനോട് ഞാൻ ചോദിച്ചിരുന്നു, ഈ സംവിധായകനോട്, എന്തുകൊണ്ടാണ് നീ ഈ സിനിമ എടുത്തത്, അല്ലെങ്കിൽ നീ ഈ സിനിമ കൺവിൻസ് ചെയ്തത് ഏത് പോയിന്റിലാണ്? അപ്പോൾ അനു എന്നോട് ഏറെക്കുറെ ഈ ആൻസർ തന്നെ പറഞ്ഞു. അതിപ്പോൾ ആര്യ പുതിയ റൈറ്റർ ആണെന്നോ, കാരണം ബേസിക്കലി അനുവിൻ്റെ കയ്യിൽ എനിക്കൊന്ന് മിനിമം ഒരു 5 സബ്ജക്റ്റുള്ള ആളാണ്, ഇനിയും ചെയ്യാൻ പറ്റുന്ന ആളാണ്. മീൻസ് അവൻ റെഡി ആയിട്ടുള്ളത് എനിക്കറിയാം. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഫ്രഷ് റൈറ്ററെ കിട്ടിയതിൻ്റെ സന്തോഷം, അതൊരു സ്ത്രീയാണെന്നോ ഒരു പുരുഷനാണെന്നോ അപ്പുറത്തേക്ക് ഒരു ഡയറക്ടർ തിങ്ക് ചെയ്യുന്നു. അതായത് ഒരു കൺസിഡറേഷൻ പോയിന്റ് അല്ലത്, അതൊരു റൈറ്റർ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നു എന്നുള്ളത് സിനിമയുടെ ഒരു വലിയ സാധ്യതയ്ക്കുള്ള ഓപ്പണിംഗ് ആണ്. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്നുള്ളതല്ല. കാരണം നമ്മളുടെ സിനിമയിൽ തന്നെ ഇപ്പോൾ ക്യാമറയിലാണെങ്കിലും ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് പേര്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഒരുപാട് പേര് നമ്മൾ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നു മലയാളം ഇൻഡസ്ട്രിയിൽ. അതൊരു വളരെ പോസിറ്റീവ് സൈനാണ്. പണ്ട് നമുക്കത് അങ്ങനെ കാണുന്നില്ലായിരുന്നു. അഭിനയിക്കാൻ വരുന്നവരൊഴിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഇപ്പോൾ നമുക്ക് പ്രൊഡ്യൂസേഴ്സ് സ്ത്രീകൾ വരുന്നു, പ്രൊഡക്ഷൻ കമ്പനീസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്കറിയാം. അങ്ങനെയൊക്കെ എല്ലാ ഏരിയകളിലും വരുന്നു. അത് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു ഗുഡ് സൈനാണ് ഇപ്പോൾ. അതേപോലെ തന്നെ ഞാനിപ്പോഴും പറയുന്നത്, കള്ളം എന്ന് പറഞ്ഞ സിനിമ ആര്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ എഴുതിയതുകൊണ്ടല്ല, ആര്യ എന്ന് പറയുന്ന റൈറ്ററുടെ പോയിന്റ് ഓഫ് വ്യൂ വർക്ക് ആയതുകൊണ്ടാണ് ഈ സിനിമയിലേക്ക് നമ്മളെല്ലാവരും പോസിറ്റീവ്ലി കണ്ടത്. അല്ല, അവിടെ പറയുമ്പോഴും ഇപ്പം സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ, KFDC ആണെങ്കിലും വനിതകൾക്ക് വേണ്ടി സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പൈസ മുടക്കുന്നുണ്ട് അല്ലേ, നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എത്രയോ സിനിമകളുണ്ട് വനിതകൾക്ക് വേണ്ടി എന്നാണ് അവർ പറയുന്നത്. ആ വേണ്ടത്ര സിനിമകൾ ചെയ്ത് നമുക്കറിയാം, കുറേ സിനിമകൾ ഇടയ്ക്ക് ഇറങ്ങി നല്ല ലക്ഷക്കണക്കിന് രൂപ മുടക്കി കോടികൾ മുടക്കിയ സിനിമകൾ വരെയുണ്ട്. പക്ഷെ പിന്നീട് ഈ സർക്കാർ ഇനത്തിൽ ഈ വനിതകൾക്ക് വേണ്ടത്ര സഹായങ്ങൾ ചെയ്യാറില്ല. അവരൊരു പോസ്റ്റ് പോലും പതിക്കാൻ, എൻ്റെ കാഴ്ചപ്പാടാണ്, ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ചപ്പാടാണ്. ഇപ്പോൾ കൈലാഷ് എന്ത് പറയും, ആദിൽ എന്ത് പറയും എന്ന് എനിക്കറിയില്ല. എൻ്റെ കാഴ്ചപ്പാടാണ്, കുറേ സിനിമകൾ വനിതകൾക്ക് വേണ്ടി മാറ്റിവെച്ച് KFDC ഭയങ്കരമായി പൈസ ചെലവഴിക്കുന്നു. പിന്നീട് ആ വനിതകളെ തിരിഞ്ഞു നോക്കാത്ത സംവിധാനം ഈ സർക്കാർ തലത്തിലുണ്ടാകുന്നത്. അത്തരമൊരു സംവിധാനം മറികടന്നുകൊണ്ടാണ് ഈ റേറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് റൈറ്റിന് ബിഗ് സല്യൂട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. എന്തിനു ഞാൻ പോകുന്നു, എൻ്റെ സിനിമ എടുക്കാൻ ഇവിടെ ആളുണ്ട്, എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് വേറെ കൂട്ടത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാം, വേറെ ഡയറക്ടറെ ഏൽപ്പിക്കാം. പക്ഷെ സർക്കാർ ഇതിനൊക്കെ ഒന്നും പൈസ മുടക്കുന്നില്ല. പിന്നീട് ആ സിനിമയെ ഒന്ന് അതിൻ്റെ രീതിയിലേക്ക് എത്തിക്കാൻ നിസ്സാരമായ വിരലുന്ന കലാപങ്ങളും കാര്യങ്ങളിലൊക്കെ റിലീസ് ചെയ്തുകൊണ്ട് ആ സിനിമ കൊന്നുകളയുന്ന ഒരു പ്രവണത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്ന ഈ 2 പുരുഷന്മാരെന്ന സിനിമ പ്രേമികൾ അല്ലെങ്കിൽ നടന്മാർ എന്താണ് ഇതിനോട് ആൻസർ പറയുക? ഭയങ്കര ഷാർപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറയുന്നത്, ഗവൺമെന്റ് അറ്റ്ലീസ്റ്റ് ഒരു 5 സിനിമകളാണ് എൻ്റെ ഓർമ്മ. അതെ, 5 സിനിമകൾക്കെങ്കിലും വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് എടുത്തല്ലോ, അതൊരു പോസിറ്റീവ് സൈനാണ്. പലപ്പോഴും സംഭവിച്ചൊരു കാര്യം, ഇപ്പം അത് മാറി വരുന്നു. ഇതെനിക്കൊന്ന് കഴിഞ്ഞ വർഷമാണ് ഈ 5ഓളം സിനിമകൾ ചെയ്തത്. കാരണം പലപ്പോഴും നമ്മളിപ്പം ഇപ്പം നമ്മുടെ സുഹൃത്താണ് ഈ സിനിമയുടെ സംവിധാനം അനു.
അനു എത്രയോ സബ്ജക്റ്റുകൾ എത്രയോ ഡയറക്ടേഴ്സിൻ്റെ അടുത്തും എത്രയോ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും എത്രയോ ആക്ടേഴ്സിൻ്റെ അടുത്തും പിച്ച് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. കാരണം ഈ ദിവസങ്ങളിൽ പലപ്പോഴും വിചാരിച്ച പോലെ എത്താതെ വളരെ വിഷമത്തിൽ വളരെ ഡിപ്രസ്ഡായ ഒരു സുഹൃത്തിനെ നമ്മൾ പലപ്പോഴും കാണേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇല്ലടാ ശരിയാവും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം, നമുക്ക് ഇങ്ങനെ നോക്കാം, നീ വേറൊരാളോട് സംസാരിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോസിറ്റീവ്ലി കാണും. പലപ്പോഴും ഒരു സ്ത്രീക്ക് ചിലപ്പോൾ അതിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ ഒരാൺ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ പുറകെ നടന്ന് അല്ലെങ്കിൽ അവിടെ എത്തി, അവിടെ നിന്ന് ചിലപ്പോൾ പെട്ടെന്ന് ഇന്നടത്തെത്തി അങ്ങനെ പോകാൻ പറ്റണം എന്ന് പറയുന്ന സാഹചര്യത്തിനെയാണ് നമ്മളിപ്പോൾ മറികടക്കുന്നത്. അതിന് അവർക്ക് ഒരു സിനിമയെങ്കിലും 5 സിനിമകൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു, അത് കഴിഞ്ഞ് വീണ്ടും അവരുടെ ബാക്കി കാര്യങ്ങൾ ഗവൺമെൻറ്റിന് നോക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരാൻ പറ്റുക, അവിടെ നിന്ന് അടുത്ത സാഹചര്യം ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. അത് പക്ഷേ എനിക്ക് തോന്നുന്നറിയോ, ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിനപ്പുറത്ത് അത് ഓവർകം ചെയ്ത് വരുന്നുണ്ട് ഇൻഡസ്ട്രി. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നത് ഒരു 5-6 വർഷം മുമ്പൊക്കെ ഒരാളൊക്കെയാണ് ക്യാമറയിൽ പെൺകുട്ടികൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ 8 പേര് 10 പേര് വർക്ക് ചെയ്യുമ്പോൾ ഒരാളൊക്കെ കഷ്ടിയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം അത് പോയിട്ട് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നു. ചെറിയ കാര്യമല്ല അത്. സത്യം. അപ്പം അവിടേക്ക് ചിലപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി അത് ഐഡൻറ്റിഫൈ ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ ലൊക്കേഷനിൽ ഇതുണ്ട്. അത് ഇൻഡസ്ട്രി എവിടെയോ അറിയാതെ കീപ്പ് ചെയ്ത് വരുന്നുണ്ട്. എനിക്കൊന്നൊരു വിത്തിൻ ടൈം ആ സിറ്റുവേഷൻ മാറും. ഇവിടെ ആണിനും പെണ്ണിനും എന്നുള്ളതല്ല, സിനിമ എന്ന് പറയുന്ന ഒരു ബേസിക് കോൺസെപ്റ്റിലേക്ക് മലയാള ഇൻഡസ്ട്രി മാറുന്നുണ്ട്. അത് കമ്പാരിറ്റീവ്ലി ആദ്യം എത്തുന്ന ഇൻഡസ്ട്രി ഒരുപക്ഷെ ഇന്ത്യയിൽ മലയാള ഇൻഡസ്ട്രി ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ സ്ത്രീകളെ ഏത് മേഖലയിലേക്ക് കിടക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ഇത് കാരണം ഓൾറെഡി ആ മേഖലയിൽ പുരുഷന്മാർ കുറേ കാലമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള പ്രാക്ടീസുകളും രീതികളും ഉണ്ടാവും. അപ്പോൾ അത് സ്ത്രീകൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും മിക്സ് ചെയ്ത് ഇത് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. എന്താ പറയുക, അക്ലിമറ്റൈസ് ചെയ്യാന്ന് പറയില്ലേ, ഒരു പ്രത്യേക സാഹചര്യം എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതെന്ന് അറിയാതെ ചിലപ്പോൾ കുറച്ച് മിസ്റ്റേക്സുകൾ, അതിപ്പോൾ സ്ത്രീകളെന്നല്ല, അത് ബിഗിനിങ്ങിൽ വരുന്ന എല്ലാവർക്കും ഇത്തരം മിസ്റ്റേക്കുകളും ഒക്കെ ഉണ്ടാവാം, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ എനിക്ക് തോന്നുന്നത് റിഗാർഡ്ലെസ് ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ചില വ്യക്തികൾ, ചില അസോസിയേഷൻ, അതിൻ്റെയൊക്കെ മാത്രം ഫാക്ടറല്ല. നമ്മൾ ഒരു ജേണി അല്ലെങ്കിൽ ഒരു ഫോക്കസ് നമുക്കുണ്ടെങ്കിൽ, അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള തോട്ട് നമ്മളിൽ വരാതെ നമ്മളെങ്ങോട്ടാണോ ഫോക്കസ് ചെയ്ത് പോകേണ്ടത് അതിലേക്ക് പോകാൻ എന്തൊക്കെ വഴികൾ നമുക്ക് ഓക്കെയാണ് അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഫീൽഡിൽ എന്തെങ്കിലും ഒരു വെളിച്ചം എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഈ സ്ത്രീ പുരുഷൻ ബുദ്ധിമുട്ടുകൾ അതിൻ്റെയൊക്കെ മേലെ ഇങ്ങനൊരു ഫാക്ടറുണ്ട്. പലതും നമ്മൾ കാണേണ്ടി വരും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷെ ചിലത് നമുക്ക് ഓക്കെ ആവും, ചിലത് ഓക്കെ ആവില്ല. ഓക്കെ അല്ലാത്ത സമയത്ത് നമ്മൾ അത് ഓക്കെ എന്താണോ ഓക്കെ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. അതിപ്പോൾ ഈ മേഖലയിൽ പ്രത്യേകിച്ച് കൈലാഷേട്ടൻ പറഞ്ഞ പോലെ ഈ ഒരു ടെക്നിക്കൽ ഏരിയയിൽ കുറേ ആൾക്കാർ സ്ത്രീകൾ, ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു സീരീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഫുൾ അസോസിയേറ്റും അസിസ്റ്റൻസും ഒക്കെ സ്ത്രീകളാണ്. അപ്പോൾ ഉണ്ട്, എല്ലാ മേഖലയിലും ഡെഫിനറ്റായിട്ടും ഉണ്ട്. പക്ഷെ ഇനിയും ആൾക്കാർ എഴുത്തിൽ, ഇപ്പോൾ ആര്യൊക്കെ വന്ന പോലെ എഴുത്തിലും ഒക്കെ ഇനിയും ആളുകൾ സ്ത്രീകൾ വരണം എന്ന് തന്നെയാണ്. കാരണം ഒരു സ്ത്രീ എഴുതുമ്പോഴുള്ള ക്യാരക്ടേഴ്സ്, പ്രത്യേകിച്ച് അതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ചിന്തിക്കുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അതെനിക്ക് കള്ളത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ മുമ്പ് വയ്ക്കിയിട്ടുള്ള വേറെ പരിപാടികളിൽ ഫീൽ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സ്ത്രീകൾ എഴുതിയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിലും നമ്മളും എന്താ പറയുക റെഡി ആവണം, കൂടുതൽ പേരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗവൺമെൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ ഈ ഫീൽഡിലുള്ളവരുണ്ടല്ലോ നിൽക്കുന്നവർ, അവരും നമ്മളും റെഡി ആവണം കൂടുതൽ കേൾക്കാൻ. സ്ത്രീകൾക്ക് എന്തൊക്കെ കഥകൾ ഇനി പറയാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സംവിധാനം ചെയ്യാൻ നമ്മൾ ഷുഡ് ഓൾസോ ബി മോർ ഓപ്പൺ. ഇതിനൊരു ചെറുതായിട്ടൊരു സാധനം എനിക്ക് ആഡ് ചെയ്ത് പറയാനുള്ളത്, ഇപ്പം എന്തുകൊണ്ട് ആര്യക്ക് അതിലേക്ക് എത്താൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ഒരു രസകരമായ പരിപാടി, ഇപ്പം നമ്മൾ എന്തുകൊണ്ട് 10 ദിവസം എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോയാൽ ചിലപ്പോൾ നമ്മൾ വരുന്നത് 15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 20 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ഫാമിലി, നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെയൊക്കെ നോക്കാൻ നമ്മുടെ വീട്ടിൽ വൈഫ് അവിടെ ഉണ്ട് എന്ന് പറയുന്ന അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോന്നേക്കുന്നത്. അത് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു ബേസിക് രീതിയാണ്. ഇതേപോലെ ആര്യ ഒരു അമ്മയാണ്, അതിനകത്ത് ആര്യക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ആര്യയുടെ ഹസ്ബൻഡാണ്. അതായത് സൈജുവിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. സൈജു ബേസിക്കലി ഒരു സൈക്ലിംഗ് ഒക്കെ ചെയ്ത്, എനിക്ക് ഇവിടുന്ന് ബാംഗ്ലൂർക്കോ എങ്ങോട്ടൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി പോകുന്ന ഒരു മനുഷ്യനാണ്, അതിൻ്റെയൊക്കെ ആളാണ് പുള്ളി. പക്ഷെ അപ്പോഴും അദ്ദേഹം വൈഫിന് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത്
അതിൻ്റെ എക്സിക്യൂഷനിൽ പലപ്പോഴും കൂടെ നിന്ന് പലപ്പോഴും ആര് വളരെ രാവിലെ ലൊക്കേഷനിൽ വരും. പലപ്പോഴും ഈ അവരുടെ കുഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ 8 മണി 9 മണിയൊക്കെ ആ സമയത്താണല്ലോ ഒരു കുഞ്ഞിൻ്റെ ബേസിക്കായ കാര്യങ്ങളുണ്ടല്ലോ. പലപ്പോഴും ആ കുഞ്ഞിനെയും കൊണ്ട് ലൊക്കേഷനിൽ വരികയും, കുറച്ച് വലിയ കുഞ്ഞാണ് എന്നാൽ പോലും ഒരു അമ്മ വേണ്ട. മകനെ സംബന്ധിച്ച് അവൻ്റെ അമ്മ സിനിമയുടെ കാര്യങ്ങളല്ലല്ലോ. അവൻ വർഷങ്ങളെ യൂസ്ഡ് ആയിട്ട് വന്നേക്കുന്നു. അമ്മ രാവിലെ എഴുന്നേൽക്കുന്നു, പാല് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവൻ ഇഷ്ടമുള്ള ഹോർലിക്സ് ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവൻ ഇഷ്ടമുള്ള മുട്ട ഉണ്ടാക്കി കൊടുക്കുന്നു, ദോശ, ഇതൊക്കെ ആയിരിക്കും അവൻ്റെ ലൈഫ് ആയിരിക്കുന്നതായിരിക്കും. അതിനെയൊക്കെ കട്ട് ചെയ്യാൻ ആ വീട്ടിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. അങ്ങനെ നമ്മൾ മാറിയാൽ തന്നെ സൊസൈറ്റി മൊത്തത്തിൽ മാറുന്നു, ഇവർക്കൊക്കെ സ്പേസ് ആവുന്നു. അല്ല നമ്മളിങ്ങനെ ഇവർക്ക് എന്തോ വലിയ എന്താ പറയുക കപ്പാസിറ്റി കുറവുള്ള ആൾക്കാർ, നമ്മളൊരു 33% വെച്ച് എന്തൊക്കെയോ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ നമ്മളെക്കാട്ട് പവർഫുള്ളാണ്. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ലൊക്കേഷനിലേക്ക് പോകുന്നു, 15 ദിവസം നമ്മൾ വീട്ടിലില്ലെങ്കിൽ ആ വീട്ടിലെ മുഴുവൻ കാര്യങ്ങൾ തീരുമാനിക്കണം നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളാണ്. ഇനി വേറെ കാര്യം ഇപ്പോൾ അതിൽ പറഞ്ഞാൽ ആഡ് ചെയ്ത് പറയാം, പലപ്പോഴും നമ്മുടെ ടെക്നിക്കൽ സൈഡിലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിലും പെൺകുട്ടികളും സ്ത്രീകളും ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും സാധാരണ ഒരാണ് എക്സിക്യൂട്ടീവ് പിടിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ പെൺകുട്ടികൾ സ്കോർ ചെയ്യുന്നുണ്ട്. ചിലപ്പം അവരുടെ 1ാമത്തെ 2ാമത്തെ സിനിമയായിരിക്കും, ചിലപ്പോൾ 5 സിനിമ വർക്ക് ചെയ്ത ആൾക്കാർ അപ്പുറത്തേക്കുണ്ട്. കാരണം ഇവരുടെ ഒരു ഭയങ്കര എക്സിക്യൂഷൻ പവർ ഉണ്ട്. കാരണം ഇവർ ചെറുപ്പം മുതലേ എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് ഡിസിഷൻ എടുത്ത് അവർക്ക് മുമ്പോട്ട് പോകാൻ അറിയാം. നമ്മൾ മറ്റേ മീശ പിരിച്ച് നടക്കുന്ന ആൾക്കാരെന്നല്ലേ ഉള്ളൂ. എന്തോ പറയണോ? അല്ല, ഞാൻ അതിലേക്ക് മീശ പിടിച്ച് നടക്കാനുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഉൾക്കൊള്ളുന്നു. എൻ്റെ ചോദ്യത്തിന് കൃത്യമായ ആൻസർ നിങ്ങൾ രണ്ടുപേരും തന്നില്ല. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. വരാതെ ഈ സൈഡിലൂടെ ഇങ്ങനെ, കാരണം ഡയറക്റ്റ് തന്നു കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ. കാരണം ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അലിയാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളെക്കാളും നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാം, നിങ്ങൾ അവിടെ ഇരിക്കുന്നത് മുമ്പിൽ പറയുന്നത്. ഞാൻ ചോദിച്ചല്ലോ, ഒരു സ്ത്രീ എന്ന നിലയിൽ സിനിമ ഡയറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സംവിധാനം ചെയ്തോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിക്കോ ആ സിനിമ പ്രൊഡ്യൂസ് ഇതിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് സർക്കാർ ഇട്ട് 1 കോടി രൂപ ഇട്ട് ഈ ആടിനെ പ്ലാവല കാണിക്കണോ അല്ലെങ്കിൽ വിളിച്ചിട്ട് കൊടുത്തിട്ട് പിന്നീട് അതിന്റെ പോസ്റ്റ് പോലും ഒട്ടിക്കാതെ സർക്കാർ ഈ പൈസ മുടക്കിയിട്ട് ആ സ്ത്രീകളെ അവഹേളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ ഇനിയും ഉറപ്പിച്ച് പറയാൻ കഴിയും. അല്ല, ആ 5-1 ആര്യായിരുന്നെങ്കിൽ അതിനകത്ത് ഒരു സിനിമയുടെ ഫെയ്റ്റ് ഇതല്ല ആണോ? പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇത് റൈറ്ററുടെ പണിയാണ് ആദ്യം കഴിയുക അല്ലേ? എഴുതി കഴിഞ്ഞാൽ ബാക്കി സംവിധാനം കൊടുക്കുക എന്നുള്ളതാണ്. എഴുതി കഴിഞ്ഞ് ഇന്ന് പോലും ഇതിന്റെ പ്രൊമോഷൻസിന് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തേക്കുന്ന ഒരാൾ നമ്മുടെ റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ പണി ഏറ്റവും ആദ്യം കഴിഞ്ഞ ആളാണ്. അതെ. പക്ഷെ അദ്ദേഹം ഇന്നും കൂടെ നിൽക്കുന്നില്ലേ? ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ ഗവൺമെന്റ് ഒരു 5 പ്രോജക്റ്റ് ചൂസ് ചെയ്തു. ആ 5-ൽ ഒരെണ്ണം ആര്യായിരുന്നുവെങ്കിൽ അതിനകത്ത് ഒരു പ്രൊജക്റ്റിന്റെ ഒരു ഫ്യൂച്ചർ ഇതായിരിക്കണം എന്നില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാരിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വയസ്സായി ചൂസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മൾ വിചാരിച്ചെടുത്ത് എത്തിയില്ല, നമ്മൾ എന്തായാലും പൈസ മുടക്കി, ഗവൺമെന്റ് അതിനുവേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു, നമുക്ക് റിസൾട്ടിലാണല്ലോ പ്രശ്നം. അതെ അതെ. ആ എടുത്ത എഫേർട്ടിനെ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട്. ഗവൺമെന്റ് ചെയ്തു, തീർച്ചയായിട്ടും അത് അഭിനന്ദിച്ചുകൊണ്ടേ ഞാൻ പറയുന്നു. പക്ഷേ അപ്പം നമുക്ക് ഇതിലും ഏബിളായ ആൾക്കാരിവിടെ ഉണ്ട് എന്നതാണ് നമ്മുടെ വിഷയം. അവർക്കും കൂടി ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ഈ ബേസിക്കലി പാഷനേറ്റ് ആൾക്കാരുടെ വിഷയം എന്താ അറിയോ? നിങ്ങൾ ഈ ഗവൺമെന്റ് 5 പേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അവരതിനെ കവർ ചെയ്ത് വരും ആ 5-ലില്ലെങ്കിലും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞങ്ങളുടെ റൈറ്റർ. അതെ, അങ്ങനെ തന്നെ ആയിട്ട് പറഞ്ഞതുപോലെ നേരത്തെ കൈലാഷ് മീശ പിരിച്ച് നടന്നുകൊണ്ട് കാര്യമില്ല. ഒരു സ്ത്രീ എന്ന നിലയിലേക്കും ഇതിലെ കഥാപാത്രം ചെയ്ത നിലയിലേക്കും എന്താണ് ഈ പറഞ്ഞതിൽ നിന്നും ഒന്ന് ഉൾക്കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നത്? ഭയങ്കര സീരിയസ് ഡിസ്കഷൻ അല്ലേ? എന്തെങ്കിലും ജെൻസി ടോപ്പിക്ക് മതിയോ? അതായിരുന്നു കുറച്ച് എളുപ്പം. അതെ, ഈ പറയുന്ന പോലെ തന്നെ സ്ത്രീകൾക്ക് പണ്ട് കാലത്ത്, ഞാനിപ്പം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നതേ ഉള്ളൂ. എൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറയാൻ ഓ മേരി ലൈലയാണ്. ഡിസംബർ 22 ആ സമയത്ത് റിലീസായതാണ്, 2022. അപ്പോൾ ഇവർക്ക് പറയാനാണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ കാലത്ത് തീർച്ചയായിട്ടും ഒരു 10 years ഒക്കെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഇൻഡസ്ട്രിയിൽ വളരെ കുറവാണ്, ചുരുക്കം പേരാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഇപ്പോൾ ഞാൻ കണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സൊക്കെ ആയിട്ടും മേക്കപ്പ് ആൻഡ് ഹെയർ ഏരിയയിലൊക്കെ സ്ത്രീകളുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരണം. അതിന് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിലെ കഥാപാത്രം എന്താണ്? ഇതിൽ ക്യാരക്ടറിൻ്റെ പേര് ഷെമിൻ എന്നാണ്. ഷെമിൻ ബേസിക്കലി ഒരു ജേർണലിസ്റ്റാണ്. അപ്പം ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ പൊതുവേ ചെയ്തിട്ടുള്ളൊരു കോളേജ് ഗോയിങ് അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊരു
ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടൊരു നാട്ടിലേക്ക് എത്തുന്നു, അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു സംഭവം. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലേക്ക് ഈ സിനിമയുടെ ഭാഗമായി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. ഒരു മാധ്യമപ്രവർത്തകർ പല ചാനലുകൾ കാണാറുണ്ട്, ന്യൂസുകൾ കാണാറുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ ചെയ്യുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിൽ കള്ളങ്ങൾ ചേർക്കാറുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോരോ ആൾക്കാരെ ബേസ് ചെയ്തിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എല്ലാം നമ്മുടെ ഓരോ ആൾക്കാരുടെ എത്തിക്സിൻ്റെ ഭാഗമാണല്ലോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കണം വേറൊരാൾ ചെയ്യുന്നത്, അങ്ങനെ ഇല്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇപ്പോൾ കുറച്ച് മസാലാസൊക്കെ ആഡ് ചെയ്ത് ന്യൂസസ് കേൾക്കാനാണോ ആൾക്കാർക്ക് ഇഷ്ടം എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്, സോഷ്യൽ മീഡിയാസൊക്കെ നോക്കുമ്പോൾ. കാരണം സത്യം എന്നുള്ളൊരു സാധനം അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇപ്പോഴത്തെ ആൾക്കാർ കൊടുക്കുന്നില്ല. കള്ളമാണെങ്കിലും സത്യമാണെങ്കിലും കുറച്ചൊക്കെ മസാലാസ് പുരണ്ട കാര്യങ്ങളാണ് ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടം. അതുകൊണ്ട് എല്ലാവരും സത്യസന്ധമായി അങ്ങനെ കേൾക്കാനാണോ സ്വയം ഇഷ്ടം വാർത്തകൾ കേൾക്കുമ്പോൾ? എനിക്ക് ഞാൻ സത്യം പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആസ് എൻ ഓഡിയൻസ് എനിക്ക് അറിഞ്ഞൂടാ, കുറച്ച് മസാലാസ് പുരണ്ട കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ ഇഷ്ടമായിരിക്കും, ഞാൻ ആസ്വദിക്കാറുണ്ട്. അതെ, അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കും. ഇതിലേക്ക് എങ്ങനെയാണ് എത്തിയത് ഈ സിനിമയിലേക്ക്? ഇതിലേക്ക് നമ്മളെ ഡയറക്ടർ സർ അനുരാം സാറാണ് വിളിച്ചത്. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് എത്തിയതായിരുന്നു, ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട്. ഇങ്ങനെ സാർ വിളിച്ചു, ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് ഷൂട്ട് എന്ന് ചോദിച്ചപ്പോൾ നാളെയാണ് ഷൂട്ട്, നാളെ പെട്ടെന്ന് വരണം പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ. എനിക്ക് കഥ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണ്. ഇപ്പോൾ ഞാൻ ചെയ്ത 2 സിനിമകളിലും എൻ്റെ സെയിം ഏജുള്ള ക്യാരക്ടേഴ്സായിട്ടാണ് ഞാൻ ചെയ്തത്. ഇത് കുറച്ചും കൂടി ബോൾഡാണ്, കുറച്ചുകൂടി എന്നെക്കാട്ടിലും പ്രായം കൂടിയൊരു വ്യക്തിയാണ്. പിന്നെ കോളേജ് ഗോയിങ് ഗേൾ അല്ല, ഒരു വർക്ക് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി. നമ്മളെല്ലാ കൈൻഡ് ഓഫ് ഏരിയാസും എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ ഗ്രാബ് ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു ഇവർ രണ്ടുപേരോ? കൈലാഷ് എനിക്ക് പറയുന്ന ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കൈലാഷായിട്ടിനെ ഒക്കെ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. ഇൻ്റർവ്യൂസ് ഒക്കെ ഓഫ് കോഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ആയിരിക്കും ആളെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ആദ്യമേ നമ്മൾ ഡിഫോ ഡാൻസിലൊക്കെ കാണുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു ക്യാരക്ടറിലുപരി അല്ലേ, നമ്മൾ ഒരു ആങ്കറിങ് ചെയ്യുമ്പോൾ മോർ ഓവർ നമ്മൾ നമ്മുടെ ഒരു ക്യാരക്ടറായിട്ട് തന്നെയായിരിക്കും ടെലിവിഷനിലൊക്കെ കാണിക്കുക. അപ്പോൾ ഏകദേശം ഒരു എന്താ അവരുടെ ഒരു അറിയാമല്ല, അങ്ങനെയല്ല. അപ്പോൾ കൈലാഷേട്ടൻ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരുപാട് അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര എല്ലാവരും നല്ല സപ്പോർട്ടീവായി. എന്തെങ്കിലും തെറ്റ് വന്നാൽ അതങ്ങനെയല്ല നന്ദന, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയായിരുന്നു, നല്ല എൻജോയ് ചെയ്ത്. ലൊക്കേഷൻ വെച്ച് ഏറ്റവും ദേഷ്യം തോന്നിയ മുഹൂർത്തം ഏതാ? നമ്മളാകെ ഒരു കോമ്പിനേഷൻ ആ സമയത്ത് തോന്നിയ ഏതായിരിക്കും? എനിക്ക് ദേഷ്യം തോന്നിയിട്ടൊന്നുമില്ല. എനിക്ക് അങ്ങനെ ആരോടും ദേഷ്യവും തോന്നാറില്ല. എല്ലാവരും മനുഷ്യരല്ലേ, പൊതുവെ അങ്ങനെ. ഞാൻ എപ്പോഴും ശാന്തസുന്ദരമേ. അങ്ങനെ പേരിടാലോ നമുക്ക്, അല്ലേ? എനിക്കൊന്നും ഈ ഒരു സിനിമ ഈ അന്വേഷണം ആയിട്ട് കുറേ സിനിമകളൊന്നും അല്ലേ, ഒത്തിരി സിനിമകളിലും ഈ ഇടയ്ക്കറിയല്ല. ഇപ്പം അനുശ്രീബാലനെ എടുത്തു വയ്ക്കുക, ഒരുപാട് സിനിമകളിൽ ഒത്തിരി സിനിമകളുണ്ട്. ആ റൂട്ടിലേക്ക് പോകുമ്പോൾ ഈ ഒരു സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം, അല്ല ഇഷ്ടപ്പെടുമെന്നൊരു വിചാരിക്കുന്ന ഒരു കോണ്ടന്റ് ഉണ്ടാവുമല്ലോ നമുക്ക്. അതെങ്ങനെയായിരിക്കും അതിൻ്റെ മനസ്സിൽ ഓടിയെത്തിയിരിക്കുന്നത്? എപ്പോഴും ഒരു സസ്പെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്രൈമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ ഒരു സസ്പെൻസ് എലമെൻ്റ് ഉണ്ടാവും. ആ എലമെൻറ്റ് ഹുക്കിംഗ് ആണെങ്കിൽ പ്രേക്ഷകർ അതിൽ ഇന്നാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ബി ജസ്റ്റ് അനദർ ക്രൈം സ്റ്റോറി. അപ്പോൾ നമുക്കുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നാട്ടിൻപുറത്ത് നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു ഇവൻറ്റ്, അതിൽ ആക്ച്വലി കുറച്ച് മിസ്റ്ററി ഇൻവോൾവ് ആണ്. അത് പതുക്കെയാണ് ആ കള്ളങ്ങളുടെ ഒരു കെട്ട് പോലെയാണല്ലോ ഇതിൻ്റെ ഒരു ടൈറ്റിൽ കാണുന്നത്. അത് പതുക്കെ നോട്ടുകൾ ഊരുകയാണ്. ടുവേർഡ്സ് എൻഡാണ് ആ കെട്ടുകളെല്ലാം ക്ലിയർ ആവുന്നത്. അപ്പം അങ്ങനെ പതുക്കെ അത് ക്ലിയർ ആവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എഴുത്തിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുക. എനിക്കൊക്കെ ആക്ച്വലി ഇതിൻ്റെ എഴുത്ത് ഇഷ്ടപ്പെട്ടു. എൻ്റെ കഥ പറഞ്ഞ രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു, അല്ലെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ
അങ്ങനെ ഒരു നാട്ടിൻപുറത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കഥയാണല്ലോ എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സസ്പെൻസ് ആണോ ത്രില്ലറാണോ ഇപ്പോഴത്തെ ട്രെൻഡാണോ എന്നൊന്നും നമ്മൾ നോക്കൂല. ചിലപ്പോൾ നമ്മൾ ഇല്ല കുഴപ്പമില്ലല്ലോ ഇത് ഒരു കുഴപ്പമില്ലാത്തൊരു സിനിമയായിരിക്കും എന്ന് പറഞ്ഞ ഒരു ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റിൽ നമ്മൾ ചിലപ്പോൾ അത് ചെയ്യാമെന്ന് തോന്നും. അപ്പോൾ ട്രെൻഡിനെയും ഇതിനെയൊന്നും അധികം ആലോചിച്ച് കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. സിനിമയുടെ വഴിക്ക് പോകും. സിനിമയുടെ വഴിക്ക് പോകും ആലോചിക്കും. അത് ശരിയാണ്. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അതെ. നമ്മളിൽ അടുത്ത ആളുണ്ട് സിനിമയ്ക്ക്. പിന്നെ മാത്രമല്ല നമ്മൾ വിചാരിക്കും ഇതാണ് ട്രെൻഡ്, അപ്പോഴും വേറെന്തോ ഒരു സാധനം വന്നിട്ട് ട്രെൻഡ് മൊത്തം അങ്ങോട്ട് പോകും. പിന്നെ എല്ലാവരും ആ സിനിമ പോലത്തെ സിനിമകൾ ചെയ്യാനാണ് ശ്രമിക്കുക അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. എപ്പോഴും എത്രയോ കാലമായിട്ട് നിങ്ങൾ എത്ര സിനിമകളുടെ ജേണികൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചില ജോണറുകൾ സേഫാണ്, ചില ജോണറുകളിൽ ഇപ്പോൾ ഈ സംഭവം ഇതിന് കള്ളം എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്തത് ടു ദ പോയിന്റ് ബിഗിനിങ്ങിൽ നിന്ന് എൻഡിലേക്ക് കഥ പറയുന്നുണ്ട്, അത് വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വലിയ ഭയങ്കര അവകാശവാദങ്ങളും ഇല്ല, അത് ഇങ്ങനെയാണ് അത് അങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആവും, അങ്ങനെയല്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ ഫിലിം, ഇറ്റ്സ് എ വെരി സ്മോൾ ഫിലിം. പക്ഷേ കുറച്ച് നല്ല പെർഫോമൻസുകൾ, കുറച്ച് നല്ല മൊമെൻറ്റ്സ്, കുറച്ച് ഈ സ്ക്രിപ്റ്റിൽ വരുന്ന ചില സർപ്രൈസുകൾ, അതൊക്കെയാണ് കള്ളം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത പ്രത്യേകത. ഈ പറഞ്ഞതുപോലെ ലൊക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു? ഇതിലേറ്റവും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ വലിയ പ്രാധാന്യം വേണ്ടി വരും. ഇത്തരം സബ്ജക്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നമ്മൾ ചിലപ്പോൾ തിയേറ്ററിൽ പിടിച്ചിരുന്നത്. ഇതൊക്കെ ആരാണ് ചെയ്തത്? ബിജുപാൽ സാറിന് അസോസിയേറ്റ് ചെയ്ത മധു പോളാണ് ഇതിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഈ അതിൽ പറഞ്ഞൊരു ചെറിയൊരു കാര്യം, സോറി ബി ജി എം ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യം അതിൽ പറഞ്ഞുകൊണ്ട് എനിക്കൊരു ചെറുത് ആഡ് ചെയ്യാനുള്ളത്, ഈ അമാനുഷികമല്ലാത്ത വളരെ സാധാരണ ഒരു മനുഷ്യൻ ഒരു കള്ളത്തിന് ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഒരു അവൻ്റെ ജീവിതത്തിലെ സാഹചര്യം കൊണ്ട് ഒരു ചില കാര്യങ്ങൾ മറക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഈ സിനിമയുടെ എനിക്ക് ഫീൽ ചെയ്തൊരു രസകരമായ സാധനം. അതുകൊണ്ട് തന്നെ ഈ പ്രേക്ഷകർ, നമ്മളെല്ലാവരും സാധാരണ പ്രേക്ഷകർ എന്ന് പറയുന്ന സാധാരണ മനുഷ്യന്മാർ ഒരു സാധാരണ കാര്യം ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു മൂവ്മെൻറ്റ്. പക്ഷേ ഇതിൻ്റെ ഒരു കെട്ടുകളുണ്ട്, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എല്ലാവരും സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് വലിയ ബഹളങ്ങൾക്കല്ല ഈ സിനിമ. നമുക്ക് വളരെ വലിയ ബ്രെയിനൊന്നും ആവശ്യമില്ലാതെ സമാധാനമായിട്ടൊരു ശാന്തമായിട്ടിരുന്ന് ഈ സിനിമ കാണാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലായിടത്തോളം ഈ സിനിമയുടെ ഒരു ജേണി അതായിരിക്കും. അതിൻ്റെ യാത്ര ആ രീതിക്ക് പോകുന്നത്. ജീവിതത്തിൽ എത്ര വർഷം കള്ളം പറഞ്ഞിട്ടുണ്ട് വീട്ടില്? അതെ, കള്ളമാണ് പറഞ്ഞിട്ടുള്ളൂ. കള്ളം മാത്രല്ല, അല്ല പൊതുവെ കള്ളം പറയാൻ എനിക്ക് കുറച്ച് പേടി. എൻ്റെ അച്ഛൻ പോലീസിലാണ്. അപ്പൊ അച്ഛൻ അമ്മ പെട്ടെന്ന് തിരിച്ചറിയും കള്ളം പറഞ്ഞ. പിന്നെ പെട്ടെന്ന് അപ്പൊ എന്റെ അമ്മയാണ് കള്ളം പറയുന്നത്. കള്ളം പറഞ്ഞ ഇപ്പൊ ഞാനോ അച്ഛനോ കള്ളം പറഞ്ഞ അമ്മയെ പെട്ടെന്ന് പിടിക്കുക. അമ്മ ടീച്ചറാണ്. അപ്പൊ പിന്നെ അപ്പൊ എന്ത് കള്ളം പറഞ്ഞാലും വീട്ടിൽ പിടിക്കുന്നുള്ളൊരു പേടിയുണ്ട്. അപ്പൊ പൊതുവെ കള്ളം പറയാൻ ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ, അത് കള്ളല്ല കേട്ടോ പറയുന്നത്, സത്യമാണ്. അതായത് പൊതുവെ കള്ളം പറഞ്ഞ ഒരു കുറ്റബോധം ഉണ്ടാവാറുണ്ട് എനിക്ക് മനസ്സിലെപ്പോഴും. കാരണം അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഗിരിനിരകളോളം പഴക്കമുള്ളതാണ് സത്യം. മഹാത്മാഗാന്ധി ഗിരിനിരകളോളം പഴക്കമുള്ളതാണ് സത്യം. സോറി, ഗിരിനിരകളോളം പഴക്കമുള്ളതാണ് സത്യം. ഗിരിനിരകളോളം പഴക്കമുള്ളതാണ് സത്യം. ഗിരിനിരകളോളം പഴക്കമുള്ളതാണ് സത്യം. അപ്പൊ അച്ഛൻ എപ്പോഴും അങ്ങനെ പറയും. ഇപ്പൊ അച്ഛനും എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പൊ കൂടെ ഉള്ള ഓഫീസേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതും ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു ഓഫീസറാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്കും എപ്പോഴും നമുക്ക് സത്യം പറയാൻ പറ്റില്ല. കാരണം നിരുപദ്രവകാരികളായിട്ടുള്ള കള്ളം പറയുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഗിരിനിരകളും നിരുപദ്രവമായിട്ടോ? നോട്ട് ദ പോയിന്റ്. ഓക്കെ, മലയാളമാണോ സബ്ജക്ട്? അല്ല, കെമിസ്ട്രി ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. മലയാളം എനിക്ക് ഇഷ്ടമാണ്. നിരുപദ്രവകാരികളായിട്ടുള്ള കള്ളങ്ങൾ പറയുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഇല്ല, ഇതൊക്കെ കവിതയൊക്കെ എഴുതുമായിരുന്നു. അപ്പൊ നിരുപദ്രവകാരികളായിട്ടുള്ള കള്ളം പറയുന്നോണ്ട് കുഴപ്പമില്ല എന്നാണ് എനിക്ക്. അതായത്
മനസ്സിലായല്ലോ. ചേരുമ്പടി ചേർക്കുക. അതെ. മനസ്സിലായോ? ചെറിയ ചെറിയ കള്ളങ്ങൾ നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ പറയുന്നോണ്ട് കുഴപ്പമില്ലല്ലോ എന്നാണ്. ഇപ്പൊ ഒരാൾക്ക് വിഷമാവും, അപ്പൊ അയാൾക്ക് വിഷമിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ചെറിയ കള്ളം പറയുകയാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ലല്ലോ. കാണാൻ ഭംഗിയില്ല, അതെ അങ്ങനെ തന്നെ. അതായത് ഇപ്പം ഭംഗിയില്ല, നമുക്കൊരു ഭംഗി തോന്നുന്നുണ്ടാവില്ല, പക്ഷെ ഭംഗി ഉണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു കള്ളല്ലേ. പക്ഷെ അയാൾക്ക് അതൊരു സന്തോഷമല്ലേ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കള്ളങ്ങള് പറയാറുണ്ട്. വലിയ കള്ളങ്ങൾ അങ്ങനെ പറഞ്ഞ ഓർത്തിരിക്കുന്ന ഒരു കള്ളം. അതിപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിലൊക്കെ പോകുമ്പോ ചിലപ്പോ എന്തോ ചെകഞ്ഞെടുക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ MSc ഇവിടെ കുസാറ്റിലാണ് പഠിച്ചത്. ഞാൻ അതുവരെ പുറത്തൊന്നും പോയി പഠിച്ചിട്ടില്ല, വീട്ടിൽ തന്നെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ഫ്രണ്ട്സുമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നാണ് പഠിക്കുന്നത്. വീട്ടിൽ, അതായത് ഹോസ്റ്റലിലൊന്നല്ല, വീട്ടിൽ നിന്ന് ഡെയിലി പോയി വരുന്ന ഒരു സംഭവമായിരുന്നു ഇത്. ഞാൻ എന്നിട്ട് പിൽക്കാലത്ത് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അപ്പോ ആദ്യമൊന്നും എനിക്ക് പുറത്തു പോകാനൊന്നും പെർമിഷൻ ഉണ്ടായിട്ടില്ല. അതായത് ഹോസ്റ്റലിന് വലിയ പ്രശ്നമില്ല, അച്ഛനും അമ്മയും വിടില്ലായിരുന്നു രാത്രിക്കൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ പോവാൻ. പക്ഷെ ആദ്യം ഞാൻ പോവാണ്ടിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമാവാൻ തുടങ്ങി. കാരണം ഈ സമയം നമുക്ക് ഇപ്പോഴല്ലേ കിട്ടൂ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി പുറത്ത് വർക്ക് ചെയ്ത്, പിന്നെ ആ ഒരു നിമിഷത്തിനെ പറ്റി ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് പിന്നെ കിട്ടണം എന്നില്ലല്ലോ, അവരുമായിട്ടുള്ള നല്ല മെമ്മറീസ് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റണം എന്നില്ലല്ലോ. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അച്ഛനോടും അമ്മയോടും പറയാണ്ട് 1-2 പ്രാവശ്യം പുറത്ത് പോയിട്ടുണ്ട്. അത് വലിയൊരു സംഭവമൊന്നും അല്ല, പക്ഷെ കള്ളമാണ്. അതെ, അത് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് അവരോട്, ഞാൻ ഇങ്ങനെ പോവാറുണ്ട്. പിന്നെ പോലീസ് പൊക്കിയൊന്നല്ല, ഞാൻ പറഞ്ഞതാ. അല്ല, നമുക്കറിയാം നമ്മൾ അങ്ങനെ മോശം ഒരു പ്രവൃത്തിക്ക് വേണ്ടിട്ട് പോകുന്നൊന്നല്ലല്ലോ. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാൻ, ഫുഡ് കഴിക്കാൻ, അങ്ങനെ പോകുന്നതല്ല. അത് മാത്രമാണ് കള്ളമായിട്ട് ഓർക്കുന്നുള്ളൂ അല്ലേ? അച്ഛൻ എവിടെ വർക്ക് ചെയ്യുന്നത്? അച്ഛൻ ട്രാഫിക് സ്റ്റേഷൻ, കണ്ണൂർ ട്രാഫിക് സ്റ്റേഷൻ. പേരെങ്ങനെയാണ്? രാജൻ. അവിടെയൊക്കെ പോകും ട്രാഫിക് പിടിക്കാൻ. ഞാനൊരു ചെറിയ കള്ളം പറഞ്ഞു, ലൈസൻസ് എടുത്തില്ല എന്ന് പറയാം. കള്ളം പറഞ്ഞ സിനിമയിലല്ലേ സാറിന് ഞാൻ കള്ളം പറയുന്നില്ല, സത്യം ലൈസൻസ് കയ്യിലില്ല എന്ന് പറയാൻ പുറത്താണ്. ട്രാഫിക് രാജന്റെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ ട്രാഫിക് അല്ലേ? അത് എല്ലാവരും അറിഞ്ഞിരുന്നോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞാൽ. ഇനിയിപ്പോ പ്രശ്നം അറിയോ, ഇത് കേൾക്കുന്ന മുഴുവൻ ആൾക്കാരും ആ ഭാഗത്ത് എന്ത് വിശ്വസിക്കും. ഇത് കഴിഞ്ഞാല് അതെ. പക്ഷേ ഈ പറഞ്ഞ ഒരു കാര്യം ഇതിനകത്ത് വിഷയമല്ല. നമ്മളൊരു കള്ളം പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എത്രയോ കള്ളങ്ങൾ പറയണം അല്ലേ? കള്ളം പറയാത്തവരും ആരുമില്ല. എന്റെ അറിവിൽ കള്ളം പറയാത്തവരും, ഞാൻ ഒത്തിരി കള്ളങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഒരു എല്ലാവരും ഉപദ്രവമില്ലാത്ത കള്ളങ്ങൾ പറയാൻ എനിക്ക് തോന്നുന്നില്ല അല്ലേ? ഇത് പറയുമ്പോഴും നമ്മൾ മലയാള സിനിമയിൽ എപ്പോഴും അറിയാലോ, നമുക്ക് ടൈറ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയും വർഷമായിട്ടും ഈ ടൈറ്റിൽ ഫ്രീ ആയിരുന്നു. അത് ടൈറ്റിൽ വലിയൊരു കാര്യമാട്ടോ അല്ലേ? ടൈറ്റിൽ കിട്ടിയതിന്റെ ഒരു ഭാഗ്യം. കള്ളനും പോലീസും, അല്ലെങ്കിൽ കള്ളൻ പവിത്രൻ, അങ്ങനെ കള്ളം ബേസ് ചെയ്ത് ഒരുപാട് സിനിമയുടെ പേരുകൾ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ ഉപയോഗിക്കാതെ അവിടെ ഉണ്ടായിരുന്നു. കള്ളം എന്ന് പറഞ്ഞു, കള്ളം. അത് നമ്മുടെ അനുറാമിന്റെ അല്ല, എല്ലാവരും മനസ്സിൽ പെട്ടെന്ന് ഹീറോയിന്റെ ഒരു പേരുമാണ്. അതെ, ഏത് സിനിമ കള്ളം, ചുമ്മാ കള്ളം പറയല്ലേ? ഞാൻ സിനിമയ്ക്കല്ല പോയത്, ഇനി അപ്പോഴും കള്ളം വരും. കള്ളം അതെ, ഉപയോഗിക്കുന്ന വാക്കാണ്, എവിടെയും ഉപയോഗിക്കുന്ന വാക്കാണല്ലോ. സാധാരണ ഇങ്ങനെ ആലോചിച്ചാൽ കിട്ടാത്ത, കാരണം ഇതിനു മുമ്പ് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ടൈറ്റിലായിരുന്നു. വൈഫിന്റെ അടുത്ത് കള്ളം പറഞ്ഞ ഏറ്റവും വലിയ കള്ളം ഏതാണ് പറയുന്നത്? വൈഫിന്റെ അത് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കള്ളം പറയണം. എന്തെങ്കിലുമൊക്കെ പിടിക്കല്ലോ വീട്ടില്. പിന്നെ അതൊരു പ്രോസസ്സാണ്. അങ്ങനെയല്ലേ ശരിയാവില്ല. അല്ല, അത് നമ്മള് ചെയ്യാ പരാജയപ്പെടും. അതൊക്കെ പക്ഷെ ഭയങ്കര കുസൃതി കള്ളങ്ങളല്ലേ? അതൊക്കെ നമുക്ക് സീരിയസ് ആയിട്ട് കുസൃതി കള്ളങ്ങൾ സപ്പോർട്ട് ഉണ്ടോ? എനിക്ക് തോന്നുന്നു എല്ലാ കല്യാണം കഴിഞ്ഞാൽ ഈ കുസൃതി കള്ളങ്ങൾ പറഞ്ഞേ പറ്റൂ. ചിലത് നമ്മളൊരു ധൈര്യം കൊടുക്കലായിരിക്കും. അത് കുഴപ്പമില്ല, ഈ മാസം പേടിക്കണ്ട, നമുക്ക് വേറെ പടമുണ്ട്. കള്ളാണ്, ചിലപ്പോ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ, അതോ അങ്ങനത്തെ കള്ളങ്ങൾ നമുക്കും പറയാൻ. ആക്ടേഴ്സ് ബേസിക്കലി പറയാൻ ഏറ്റവും വലിയ കള്ളതാണ്. അതുപോലെ നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ മറ്റൊരു കള്ളാണ് ആക്ടേഴ്സിന്റെ കാര്യമില്ല. നമ്മളിപ്പം ഒരു പുറത്ത് നിൽക്കുമ്പോൾ, അല്ല ഒരു എയർപോർട്ടിൽ നിൽക്കുമ്പോൾ, ഇവിടുന്ന് ഏതാ പടം, എങ്ങോട്ട് പോകണം, നമുക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞൊരു അവസ്ഥയാണത്. നമ്മൾ പടം നടക്കാണ് എറണാകുളത്തേക്ക്, നമുക്കത് പറയേണ്ടി വരും. കാരണം അവരെ സംബന്ധിച്ച് ചോദിക്കുന്ന ഒരാൾ നമുക്കൊരു സിനിമ ഉണ്ടെന്ന് പ്രതീക്ഷയില്ല ചോദിക്കുന്നത്. ഇല്ലട്ടോ, ഞാനൊന്നും കമ്മിറ്റ് ആയിട്ടില്ല,
എന്ന റിയാലിറ്റിയാണ്. ഗൾഫുകാരുടെ അവസ്ഥ ഇതുപോലെ എന്നാ പോണെന്ന് ചോദിക്കുമല്ലോ ഗൾഫുകാരൻ വന്നേന്ന് പറഞ്ഞു. അപ്പൊ പറയല്ലേ പോണില്ലായിരിക്കും, എല്ലാം നിർത്തി വന്നായിരിക്കും, അടുത്ത മാസം പോകുന്നു പറയും എന്ന് പറഞ്ഞ അവസ്ഥയാണിത്. ആക്ടേഴ്സിന്റെ അടുത്ത് ഈ പടം ഒന്നും ഇല്ലേ എന്നും കൂടിയാ ചോദിക്കുക, ഇപ്പൊ ഏതാ ചെയ്യുന്നതെന്നും കൂടിയല്ലേ ചോദിക്കുക. വേറെ പടമൊന്നും ഇല്ലേ, പടമൊന്നും ഇല്ലല്ലോ അല്ലേ ചോദിക്കുക. അപ്പൊ അല്ല ഒരു ഷൂട്ടിന് വന്നാണ് എന്ന് പറയുന്ന കള്ളം പറയാം എന്നാണ് പുള്ളി പറഞ്ഞത്. അത്രയും കള്ളങ്ങൾ നമ്മൾ ഉപയോഗിക്കല് ഉണ്ട്. കാരണം പല സെൽഫികളുടെ കൂടെയും ഇത്തരത്തിലുള്ള ഒരു ആഡ് ഓൺ കള്ളം നമ്മൾ അതെ 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 മിക്ക സെൽഫികളോട് ഒരു കള്ളം സെൽഫി അവർക്ക് കിട്ടും, നമ്മളെ കൊണ്ട് ഒരു കള്ളം പറപ്പിക്കും. അതെ 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 അതെ. പക്ഷെ സിനിമ എന്തായാലും ഈ പറഞ്ഞതുപോലെ നല്ലൊരു സിനിമയായി മാറട്ടെ. ഒരു നല്ലൊരു കഥ, കമ്പുള്ള കഥയാണെന്ന് തോന്നുന്നു എനിക്ക്. കഥകൾ സബ്ജക്റ്റ് ഞാൻ കുറച്ച് വായിച്ചു വയ്ക്കും, കുറേ മാതൃഭൂമിയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വനിത എന്ന നിലയിൽ കുറേ റൈറ്റപ്പ് വായിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവരോടൊപ്പം എല്ലാവരും കൂടെ യാത്ര ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു സബ്ജക്റ്റായി മാറട്ടെ. സിനിമ വിജയം പരാജയം പ്രേക്ഷകരുടെ കയ്യിലാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടാൽ സിനിമ സ്വീകരിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക, നല്ലതാണെങ്കിൽ നല്ല അഭിപ്രായം പറയുക. അതാ ആളുകൾ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തട്ടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു. കള്ളം പറയാതെ മുന്നോട്ട് പോകാൻ ആർക്കും കഴിയില്ല. ഇത് കള്ളമല്ല, ഇത് സത്യമാണ്, വിജയിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.